അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോക്ക് ഒരുപാട് കൂട്ടുകാർ ലൈക്ക് തരും, കമൻറ്റ് തരും, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടത് കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൂരിക്ക് മാവ് ഉണ്ടാക്കൽ 2 കപ്പ്, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോതമ്പ് പൊടി, അതേപോലെ തന്നെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുത്തു, മൈദയും ഗോതമ്പ് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിക്ക് 1 ടീസ്പൂണ് എള്ളുണ്ടല്ലോ, കറുത്ത എള്ള് വറുത്തതുണ്ടായിന് കേട്ടോ അവിടെ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൂരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ടൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് മാവ് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിവിടെ അടച്ചു വെക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറി ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇത്. നിങ്ങൾ അധികം ഉണ്ടാക്കുന്ന കറി തന്നെ ഇക്കാരം, എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഞാൻ ഇതുപോലെ കഴുകിയിട്ടൊരു പാത്രത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരും പല രീതിയിലാവില്ലേ കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാവില്ല നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ അതിക്ക് ചേർക്കണില്ല. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ്മേൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലടിച്ചാൽ ഞാൻ ഓഫ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിക്ക് തേങ്ങ അരക്കുന്നുണ്ട് കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം തേങ്ങ ചിരകി അരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കുക്കർ വിസിലൊക്കെ അടിച്ച് കുക്കർ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. അതേപോലെ തന്നെ കറിക്ക് ഞാനൊരു തക്കാളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാളയും ഒരു 2-3 പച്ചമുളകും അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 2 പട്ടയും അതേപോലെ തന്നെ ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഏലക്കായും ഒരു 2-3 ഗ്രാമ്പുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ 2-3 വിസിലടിച്ചപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് കടുക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ കറിക്ക്. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എടുത്ത് വെച്ച ആ ഏലക്കായും അതേപോലെ ഗ്രാമ്പും പട്ടയും അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കായും കറാമ്പും പട്ടയൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ കറിക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു തക്കാളിയാണ് നമ്മൾ എടുത്തിരുന്നത്. അതേപോലെ ഒരു സവാളൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുണ്ട് അതിനത്. അതൊക്കെ ആ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടേനി. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടച്ചെടുത്ത് വന്നപ്പോൾ തന്നെ നമ്മളെ തക്കാളിയും അതേപോലെ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ ഈ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിക്ക് തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് കറി ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൂരിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ ഇവിടെ തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ തേങ്ങ അരച്ചത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊന്ന് തിള വന്നാൽ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ കറിയൊക്കെ റെഡി ആയിപ്പോൾ ഇനി നമുക്ക് പൂരി വേഗം ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ പൂരിൻ്റെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുഴലുകൊണ്ട് പരത്തിയെടുക്കണില്ല, നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല വട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഉരുള ആക്കി കൊടുത്താൽ മതി. എന്നാൽ നല്ല വട്ടത്തിലുള്ള നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി ആണെങ്കിലും പൂരിക്ക് ഒക്കെ ആണെങ്കിലും നല്ല ഷേപ്പിലായിട്ട് കിട്ടും.
അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി പരത്തും ചെയ്യും ചൂടും ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഒക്കെ കൂടെ പരത്തി വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കാൻ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. പരത്തുന്നത് അങ്ങനെ ചൂടും. നമ്മളെ പിന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ പത്തിരി പ്രസ്സും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണ ഇവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. എണ്ണ ഒക്കെ കൂടെ പരത്തി വെച്ചാൽ ഒക്കെ കൂടെ ഒട്ടി പിടിക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, പൊടിയൊന്നും ഇട്ട് കൊടുക്കാതെ പ്രസ്സിൽ മാത്രം ഇട്ട് പരത്തിയെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സുഖം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ആദ്യം പരത്തിയതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിൽ നമ്മൾ ചുട്ടെടുക്കണത് ഇനിയിപ്പോൾ നെയ്യപ്പം ചൂടാണെങ്കിലും അതേപോലെ ഉണ്ണിയപ്പം ചൂടാണെങ്കിലൊക്കെ എണ്ണൻ്റെ ചൂട് ശരിയാവായിട്ടേക്കാരം ഫസ്റ്റത്തത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ശരിക്കാണ്ട് പൊങ്ങി വരില്ലല്ലേ. എന്നാൽ ചില സമയത്ത് പൊങ്ങി വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇട്ട് കൊടുത്ത പൂരി അങ്ങനെ നല്ല രീതിയിൽ പൊള്ളച്ച് വന്നിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ പൊള്ളച്ച് വന്നിട്ടുള്ളൂ. പിന്നെ എണ്ണൻ്റെ ചൂട് ലെവലാവുമ്പം ഇതേപോലെ നമ്മൾ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അത് കാണാൻ തന്നെ ഒരു രസമാണല്ലേ. പിന്നെ ഈ പൂരി ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ. കാരണം ഓയിലല്ലേ, ഓയിലിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിക്കാരം. പക്ഷേ നമ്മളെ ഹെൽത്തും കൂടെ നോക്കണ്ടേ. എന്നാൽ പിന്നെ തീരെ ഓയിൽ ഉപയോഗിക്കാത്ത ആൾക്കാരും അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വൈകുന്നേരം 4 മണിക്കോ എന്തെങ്കിലുമൊക്കെ പലഹാരമായിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ കഴിയുന്നതും എണ്ണയൊക്കെ കുറക്കല്ല നല്ലത്. അപ്പോൾ ഇതാ ഞാൻ പൂരിയൊക്കെ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ടെടുക്കല്ല, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയില്ലേ, ഇപ്പോൾ അപ്പം ചുട്ടെടുക്കാമെന്ന് പറയും. നമ്മളിപ്പോൾ അടുപ്പിലിട്ട് ചുടുമെന്നല്ലല്ലോ അപ്പം സാധാരണ നമ്മൾ പിന്നെ ചട്ടിക്ക് പറന്ന് നിർത്താണ്ട് അങ്ങനെ എടുക്കല്ലേ ചെയ്യുന്നത്. എന്നാലും അപ്പം ചുട്ടെടുക്കുക പറയും, പുട്ട് ചുട്ടെടുക്കുക പറയും. ഞാൻ അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. എല്ലാവരും പറയും അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ അതേപോലെ പഴച്ച് പറഞ്ഞതാണ്. പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പൂരിയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒരുവിധമായി തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പൂരി. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഞാൻ മാവുണ്ടാക്കിയ രീതിയിൽ മാവുണ്ടാക്കാത്ത ആൾക്കാർ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നല്ല വീർത്തിട്ടുള്ള നല്ല പൂരി കിട്ടും. ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഗോതമ്പ് പൊടി കൊണ്ടാണെങ്കിലും 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് അതേപോലെ നല്ല ലെയറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൂരി കിട്ടും. പിന്നെ നമ്മളെ കറിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച മക്കളൊക്കെ വീട്ടിലുണ്ട്, ആർക്കും ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോ കലപ്പിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ വോയിസ് ഞാൻ കട്ടാക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് കട്ടാക്കാൻ മറക്കും. അങ്ങനെ ഓരോ ഒച്ചമൂലയൊക്കെ ചിലപ്പോൾ കേൾക്കും. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് വരലുണ്ട് കേട്ടോ. ചിഞ്ചുമോൾ ഏതാ സബ്ജക്റ്റ് എടുത്തിക്കണമെന്നൊക്കെ. ചിഞ്ചുമോൾ കൊമേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ +2 കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. +2 കഴിഞ്ഞാലൊന്നും ചിഞ്ചുമോളിപ്പോൾ കല്യാണം കഴിച്ച് വിടാൻ നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിച്ച് വിടുന്ന കാര്യത്തിൽ ഓൾക്കും താല്പര്യമില്ല, അതേപോലെ ഞങ്ങൾക്കും താല്പര്യമില്ല കേട്ടോ. ഓളപ്പച്ചിക്കും എനിക്കും ഒന്നും താല്പര്യമില്ല. നമുക്ക് തന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ പഠിക്കട്ടെ, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനാവട്ടെ. അപ്പോൾ അവർക്ക് കല്യാണം വേണമെന്ന് ഒരു പറയുമ്പം ആ സമയത്ത് കല്യാണം കഴിച്ച് വിടാൻ നോക്കാം. ഇപ്പോൾ പഠിക്കട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചാണ്ട് ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ വെള്ളം ചൂടാകുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ നമ്മൾ എന്താ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കുന്നതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നമ്മളെ ഫ്രിഡ്ജിൽ കുറച്ച് വയസ്സായ പച്ചക്കറികളൊക്കെ ഉണ്ടേനി. അപ്പോൾ ഓരോക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ടൊന്ന് നോക്കിയപ്പം കുറച്ചൊക്കെ അതും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാമ്പാർ ഉണ്ടാക്കൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പോൾ സാമ്പാറൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെ വെച്ചിട്ട് വഴുതനങ്ങ ഉണ്ട്, വെണ്ടക്ക ഉണ്ട്, തക്കാളി ഉണ്ട്. പിന്നെ വഴുതനങ്ങ തന്നെയാണ് കേട്ടോ തോനുള്ളത്. പിന്നെ ഒരു വെള്ളരിക്ക ഉണ്ട്. പിന്നെ ഞാൻ പോയിട്ട് നമ്മളെ തൊടിയിൽ നിന്നൊരു ചേമ്പും പിന്നെ മാന്തി കൊണ്ടുവന്നിട്ടുണ്ട്. കളച്ചക്കല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാന്തി നോക്കിയപ്പം ഒരു കിഴങ്ങ് കിട്ടിയപ്പം അതും കൊണ്ട് പോന്നിട്ടുണ്ട്. എന്നിട്ടൊക്കെ കൂടെ ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പും ഇവിടെ പിന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനി ചോറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അടുപ്പത്ത് വേഗം കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറിന് അരിയൊക്കെ അതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ കാബേജ് ഉണ്ടേനി. കാബേജും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം വലുതാക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് അരിഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളെ ചോപ്പറിലിട്ടിട്ട് അതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് ഇടാനുള്ളതും ഇതിക്കാൻ ഇട്ട് കൊടുക്കും കേട്ടോ. പച്ചമുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതുകൊണ്ട് ഇനി ഇവിടെ അതും അതിക്ക് ചേർത്താണ്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ സാമ്പാർക്കുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് വെന്താൽ വേഗം ചോറ് ഊറ്റിയിട്ട് കറി പിന്നെ സാമ്പാർ ഞാൻ അടുപ്പത്തും കൊണ്ടുപോയി വെക്കും. പിന്നെ ഉപ്പേരി ഇവിടെ ഗ്യാസുമ്മലും വെക്കും. അപ്പോൾ ചോറും കറിയും റെഡി ആവുമല്ലോ. പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീൻ, ചിക്കൻ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ചോറും സാമ്പാറും ഉപ്പേരിയും. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കണ സമയത്ത് ഓരോ മുട്ടയും പൊരിക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കണത്. അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പിൽ നമ്മൾ പരിപ്പ് കഴുകി വെച്ചിരുന്നല്ലോ. അപ്പോൾ പരിപ്പ് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് തിളച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പച്ചക്കറികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ചാൽ വേവണ പരിപ്പാണ്. ഈ ചുമന്ന പരിപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ച ചട്ടി കുറച്ച് ചെറുതേനും. പിന്നെ ആ ചട്ടി മാറ്റിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ കാട്ടും. ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിറഞ്ഞ് നിന്നാൽ കറി തിളച്ച് ചിന്തും പുറത്തേക്ക്. അപ്പോൾ ആ ചട്ടി മാറ്റിയിട്ട് വലിയ ചട്ടിക്ക് ആക്കി കൊടുത്തു. പിന്നെ അതിക്കിടാനുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ച് സാമ്പാർ പൊടി എടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. കുറേ സമയമൊന്നും തീ കത്തിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. വലിയ വേവുള്ള കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വെന്ത് വരട്ടെ. പിന്നെ അപ്പോൾ തന്നെ ഞാനിവിടെ ഗ്യാസുമ്മൽ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഇതാ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കഷ്ണം കായത്തിൻ്റെ കഷ്ണം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വെന്ത് വന്നപ്പോൾ. എന്നിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. പിന്നെ അതേപോലെ അതിലേക്ക് കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെയും നമ്മളെ കാന്താരിമുളക് ഉണങ്ങിയതുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് കറി തൂമിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ചൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാനായപ്പോഴാണ് കേട്ടോ പിന്നെ മുട്ട പൊരിച്ചെടുക്കുന്നത്. മുട്ട പൊരിക്കുമ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കലൊന്നുമില്ല കേട്ടോ. ഒക്കെ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിക്ക് ചെറിയ ഉള്ളിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. ഇവിടെ പച്ചമുളക് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. എനിക്കിഷ്ടമാണ് മുട്ടിത്തെ പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. പക്ഷേ ഓർക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. വെറും ചെറിയ ഉള്ളിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട അങ്ങനെ വലുതാക്കിയിട്ട് പൊരിച്ചിട്ട് 2 പീസാക്കിയിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ മുട്ട പൊരിക്കൽ. ഇതിപ്പോൾ ഓരോന്ന് ഇങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതേപോലെ ആയാൽ 2-3 പ്രാവശ്യമാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മുട്ട പൊരിക്കണ പരിപാടി തീരും. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലും സാമ്പാറും ഉപ്പേരിയും മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേനി ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ മുളക് ഉണ്ടായിന് കേട്ടോ. മുളക് ബജി ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഞാൻ അതിക്ക് ഉള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് പിന്നെ കടലപ്പൊടി ഉണ്ടല്ലോ അത് ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മുളക് ബജി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ പിന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബജി കിട്ടും ചെയ്യും. അപ്പോൾ ഇതാ മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒക്കെ കൂടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പസോഡ ഇടാൻ മറന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ ഞാൻ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇനി ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ മുളക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് കഴുകി ഇതൊന്ന് തുടച്ചെടുക്കണം. വെള്ളം വേണ്ട വെള്ളമൊക്കെ അതിമൊന്നൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ 9 മുളകുണ്ട് കേട്ടോ. ഇത് ഞാനിതാ ഇനി 2 പീസാക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല കട്ടിയുള്ള മുളകല്ലേ, കട്ടിയില്ലാത്ത മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുളകൊക്കെ ഇട്ടിട്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. അതിപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ 2 പീസാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ പൂരി ഉണ്ടാക്കിയ ഓയിലുണ്ടല്ലോ, ആ ഓയിൽ കുറച്ച് ബാക്കിയേനി കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രാവിലെ നമ്മൾ പൂരി ഉണ്ടാക്കിയത്. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നമ്മളെ മാവ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നാലുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഇതേപോലെ മാവ് റെഡിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തിന് മുന്നായിട്ട് ഇത് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ മാവ്. എന്നാലുള്ളൂ എല്ലാം പൊള്ളച്ച് വരിക, അല്ലെങ്കിൽ മേലുള്ളത് മാത്രമേ പൊള്ളച്ച് വരുള്ളൂ. അപ്പോൾ ഞാനിതാ എണ്ണയൊക്കെ ചൂടായപ്പോൾ അതിക്ക് മുളക് പിന്നെ ഇതേപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുളക് ബജി ഉണ്ടാക്കലൊന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. മുട്ട ചേർക്കലുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടി. ഞാനൊരു മുട്ട ചേർക്കലുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കൊടുക്കുന്നത്. എനിക്കിഷ്ടമാണ്, അതേപോലെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പഴംപൊരി ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ മുട്ട ചേർക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ പൊക്കവട ഉണ്ടാക്കുമല്ലോ, പൊക്കവട ഉണ്ടാക്കുമ്പോഴൊക്കെ മുട്ട ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് നല്ല വീർത്ത് വരും ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് കാണിക്കട്ടെ ഇനി. അപ്പോൾ ഇതാ ഞാനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇത്രക്ക് മാവ് ഉണ്ടാവലില്ല കേട്ടോ ഇതുമ്മൽ. എൻ്റെത് മാവ് കുറച്ച് കൂടിക്കണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ടായിനി, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ഞാൻ കുറച്ച് മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിനി കേട്ടോ. അതേപോലെ ടൊമാറ്റോ സോസും ഉണ്ട്. അത് രണ്ടും കൂട്ടിയിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നിൽ മാത്രം മുക്കിയിട്ട് കഴിക്കല്ല, പിന്നെ ടൊമാറ്റോ സോസിലും മയോണൈസിലും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും വെറും കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 4 മണി ചായക്കൊക്കെ ഇതേപോലെ ബജിയൊക്കെ ഉണ്ടാക്കിയിട്ട് മുളക് ബജിയൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ മുളകും ഉണ്ടായിനും, അപ്പോൾ ഞാൻ അങ്ങനെ മുളക് ബജി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കട്ടൻ ചായ അല്ല, അധിക ദിവസവും കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ പാലൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പാൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻറ്റാണ് എൻ്റെ മോട്ടിവേഷന്. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.